ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചായക്ക് 4 മണിക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ഐറ്റംസ് അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു സ്നാക്സ് ഐറ്റംസ് ഒക്കെ ആയിട്ട് പരിചയപ്പെടുത്താം. സ്പൈസി ബ്രെഡ് ടോസ്റ്റാണ്. അപ്പോൾ ഇതിന് ഞാൻ മൈദാമാവാണ് യൂസ് ചെയ്യുന്നത്. ബ്രെഡ് ഞാനിവിടെ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. കൂടാതെ ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളിയും പച്ചമുളകും. കുട്ടികൾക്ക് എടുക്കുമ്പോഴത്തേനും അതനുസരിച്ച് എരിവിനനുസരിച്ച് എടുക്കുക. കൂടാതെ ഞാൻ മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ നമുക്ക് ആദ്യം ഒരു ബാറ്റർ തയ്യാറാക്കാം. അതിന് ഞാൻ 4 ടേബിൾ സ്പൂണോളം മൈദ എടുക്കുന്നുണ്ട്. നമുക്കൊരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ കലക്കിയ ബാറ്റർ തയ്യാറാക്കാനാണ്. അപ്പം 4 മുതൽ 4.25, അപ്പോൾ ഏകദേശം 4 മതി. ഞാനിവിടെ 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതനുസരിച്ച് നിങ്ങൾക്കും ബാറ്റർ തയ്യാറാക്കാനായിട്ട് എടുക്കാം. അതിലേക്ക് നമുക്ക് ഉപ്പ്, കുരുമുളക് പൊടി, അത് സ്പൈസി എത്രയാണോ വേണ്ടത് അതനുസരിച്ച് കുരുമുളക് പൊടി നമുക്കൊരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കാം. പിന്നീട് മുളക് പൊടിയും എരിവ് അനുസരിച്ച് ചേർക്കുക. ഞാൻ പച്ചമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കളറിന് വേണ്ടിയിട്ട് കൂടി ഞാനൊരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പം അത് അനുസരിച്ച് എടുക്കുക. കൂട്ടത്തിൽ നമുക്ക് ഈ ഉള്ളിയും പച്ചമുളകും കൂടി ഇടാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് വെള്ളം, ഞാൻ ആദ്യമേ പറഞ്ഞൊരു ലൂസായിട്ട് നമുക്ക് എടുക്കാനുള്ളതാണ്. അപ്പം അത്ര കണ്ട് അങ്ങ് ലൂസാവുകയും വേണ്ട. എന്തായാലും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന് ഞാനൊരു അളവ് പറയുന്നില്ല. കാര്യം ഇപ്പോൾ ഞാൻ 4 ബ്രെഡിനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു വീട്ടിലേക്ക് നിങ്ങൾക്ക് എത്ര ആവശ്യമോ അതനുസരിച്ച് എടുക്കുക. അപ്പം ഞാനിപ്പം ആ ഒരു 4 ബ്രെഡിന് ആവശ്യമായിട്ടുള്ള ഒരു 4 ടേബിൾ സ്പൂൺ തികച്ച് ഞാൻ മൈദ എടുത്തിട്ടില്ല. അതിലേക്ക് ഉള്ളിയാണെങ്കിലും ഞാൻ ചെറിയ ഉള്ളി ഒരു 4 വലിയ ചെറിയ ഉള്ളിയാണ് എടുത്തത്. വലിയ സൈസിലുള്ള 4 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് 2, ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച് ആവശ്യത്തിന് എടുക്കുക. കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ലാസ്റ്റിൽ എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടി കുരുമുളക് പൊടിയായിരിക്കും കുറച്ചും കൂടി സ്പൈസി കിട്ടാനും ടേസ്റ്റിനും ഏറ്റവും കൂടുതൽ യോജിച്ചത്. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തപ്പോൾ ഏകദേശം ബാറ്റർ ഇതുപോലെ ഒരു നല്ല ലൂസി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. നമുക്കിനി ഒരു തവ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം ബാറ്റർ ഏകദേശം മിക്സ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇവിടെ തവ വെച്ച് അതിനകത്ത് ജസ്റ്റ് ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിനകത്തുള്ള കുറച്ച് ഉള്ളിയുടെ ഒക്കെ ഒരു മിക്സ് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. അതുപോലെ നമുക്ക് തവയിൽ എത്ര പറ്റുമോ അത്രയും നമുക്കിതുപോലെ കുറച്ചെടുത്ത്, കാര്യം ഇത് ലൂസായിട്ടുള്ള ഒരു ഇതായത് കൊണ്ട് തന്നെ അപ്പോൾ ഇതിനകത്ത് 4 എണ്ണവും ഏകദേശം എനിക്ക് വയ്ക്കാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ആ ഒരു സൈഡ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കാം. കാര്യം നമ്മൾ തിരിച്ചിടുമ്പോൾ പിന്നെ ഇനി ഓയിൽ നമ്മൾ തവയിൽ പുരട്ടുന്നില്ല. അതുകൊണ്ട് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് 2 വശവും ചൂടാക്കിയെടുക്കാം. നമുക്കിത് ഓരോന്നായിട്ട് തിരിച്ചിടാം. ഇത് നോൺ വെജിറ്റേറിയൻസ് സാധാരണ മുട്ടയിൽ ചെയ്യാറുള്ളതാണ്. അപ്പോൾ മുട്ടയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് മുട്ടയിൽ ചെയ്യാൻ പറ്റുന്ന പല ഡിഷും നമുക്കിതുപോലെ മൈദയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇതുപോലെ തന്നെ സ്പൈസി ആയിട്ടൊക്കെ കഴിക്കാൻ 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്
വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇത് പറ്റും. കാര്യം ഇത് 2-3 തവണ ഞാൻ ചെയ്ത് നോക്കിയിട്ട് വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇത് നമുക്ക് നോൺ വെജിറ്റേറിയൻസിന് മാത്രമല്ല വെജിറ്റേറിയൻസിനും ഇതുപോലെയൊക്കെയുള്ള സ്പൈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നല്ല എരിവും, ഇപ്പോൾ എരിവ് ഞാൻ പറഞ്ഞു, എരിവ് നമുക്ക് എത്രയാണോ നമുക്ക് വേണ്ടത് അതനുസരിച്ച് നമുക്ക് മതി. കാര്യം ഞാനിപ്പോൾ മുളക് പൊടിയാണെങ്കിലും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ചേർക്കുക. 2 വശവും നന്നായിട്ട് നമുക്കൊന്ന് ചുവക്കുന്ന ആ ഒരു ഇതിൻ്റെ ഈ ഒരു റെഡ് നല്ല ഒരു അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു ബ്രൗൺ അല്ലെങ്കിൽ റെഡ് ആ ഒരു കളർ വരുന്നത് വരെ നമുക്കൊന്ന് തിരിച്ചും മറിച്ചു വിട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സ്പൈസി ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം സ്പൈസി ബ്രെഡ് ടോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാര്യം വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഇത് ഇനിയൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമുക്ക് ടൊമാറ്റോ സോസോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഇതിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. എന്നാലും നമുക്ക് ടൊമാറ്റോ സോസൊക്കെ വളരെ ഇപ്പം മാർക്കറ്റിലാണെങ്കിലും ഒക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒന്നാണ്. ഇനി ഇവിടെ ബാലൻസ് എനിക്ക് കുറച്ച് ഇതിൻ്റെ മാവ് ബാലൻസ് വന്നിട്ടുണ്ട്. ബാറ്റർ തയ്യാറാക്കിയതിൻ്റെ ആ ഒരു ബാറ്ററിൻ്റെ ബാലൻസ് അതിപ്പം നമുക്ക് വേറെ ഇതില്ലെങ്കിൽ പോലും നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കഴിക്കാൻ താല്പര്യം കുറച്ചുകൂടി നമുക്കിപ്പം ബ്രെഡ് വരുന്നില്ല, ബ്രെഡ് ഇല്ലാതെ ആണെങ്കിൽ പോലും നമുക്കിതൊന്ന് നല്ല സ്പൈസി ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ടേസ്റ്റോട് കൂടി കിട്ടും. നമ്മൾ ബ്രെഡ് എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതും എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് ബാലൻസ് വന്നതുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്യുന്നതാണ്. അതല്ല ബാലൻസ് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ വേണമെങ്കിൽ അതല്ലാണ്ട് നമുക്ക് ഈ ബാറ്ററായിട്ട് തയ്യാറാക്കി ബ്രെഡ് ഇല്ലാതെയും നമുക്കിതുപോലെ ഒരു 4 മണിക്ക് ദോശ, നമുക്ക് ആ ഒരു പാൻ കേക്ക് ദോശ ആ ഒരു മാതിരി നമുക്ക് ട്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സ്പൈസി ബ്രെഡ് ടോസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബ്രെഡ്, മൈദ, ഉള്ളി, പച്ചമുളക്, അപ്പം എല്ലാം വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പം ഏറ്റവും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു, ബൈ.